നമ്മളൊരു ടിയാഗോ സ്വിഫ്റ്റ് ആ ഒരു ലെവലിലുള്ള വണ്ടികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ മോഡിഫൈ ചെയ്തൊരു സിവിക്കാണ് KL11 രജിസ്ട്രേഷൻ. ക്ലെയിമും കാര്യം ഒന്നുമില്ലാത്ത നല്ലൊരു ബലേനോ, പെട്രോൾ ബലേനോ. ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളുണ്ട് കേട്ടോ. നോക്കുമ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിൽ അധികം ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ് കൂടുതലും. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഒരു കിഡിലൻ സ്റ്റോക്കിൻ്റെ ഏകദേശം 10-20ഓളം കാറുകൾ ആയിട്ട് നമ്മൾ ക്ലബ് സി ഓട്ടോമോട്ടീവിൽ വന്നിരിക്കുകയാണ്. ഇയാളെ പരിചയമുണ്ടോ? ഷോബിനാണ്. സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഷോറൂമിൽ വെച്ചിട്ടല്ല വീഡിയോ ചെയ്യുന്നത്, ഒരു ഗ്രൗണ്ടിലാണ് അല്ലേ. ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഗ്രൗണ്ടിൽ നേരത്തെ കിട്ടേക്കാണ്. കാരണം അത്രയും വണ്ടികളുണ്ട്, അതുകൊണ്ട് ഒരുമിച്ച് അങ്ങ് വെച്ചിട്ട് ചെയ്യാണ്. എല്ലാ സെഗ്മെൻറ്റും കാണുന്നുണ്ട് കേട്ടോ. ഇതിൽ തന്നെ മോഡിഫൈ ചെയ്ത ഹോണ്ടയുടെ അക്കോർഡ്, സിവിക്ക് തുടങ്ങിയ വാഹനങ്ങളും ഒക്കെ ഉണ്ട് അല്ലേ. ഓക്കെ, ചെറുതും വലുതും ഒക്കെ ഉണ്ട്. അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ക്ലബ് സി ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ വെള്ളിപറമ്പാണ്. വെള്ളിപറമ്പ് എന്ന് പറയുമ്പോൾ മെഡിക്കൽ കോളേജ് കഴിഞ്ഞ് മാവൂരേക്ക് പോകുന്ന സൈഡിൽ വെള്ളിപറമ്പ് അല്ലേ. നമ്മളെ മീഡിയ വൺ ചാനലിൻ്റെ ഓഫീസിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ലൊക്കേഷൻ വരുന്നത്. ഡീറ്റെയിൽ കണ്ടു നോക്കാം. പോളോ എല്ലാ സെഗ്മെൻറ്റും കൂടെ. പ്രൈസ് നമുക്ക് പൊട്ടിച്ച് കൊടുക്കാൻ പറ്റുമോ? നമ്മളിപ്പം ഓൾറെഡി പ്രൈസ് കുറച്ചിട്ടാണ് എല്ലാം പറയുന്നത്. പിന്നെ ജെന്യൂൻ കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ വിളിക്കുന്ന നേരം ചെറിയ എന്തെങ്കിലും മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ബാക്കി ഡീറ്റെയിൽ നമുക്ക് വീഡിയോയിൽ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വീഡിയോയിലോട്ട് പോകാം അല്ലേ ഷോബിനെ. നമ്മുടെ ആദ്യ വാഹനം i20 ആണ്. എലൈറ്റ് ഷേപ്പ് KL50 രജിസ്ട്രേഷനാണ്. ഇതെങ്ങനെയാണ് ഷോപ്പിൻ്റെ കാര്യങ്ങൾ? ഇത് 2016 മോഡൽ വണ്ടി. ഓക്കെ, 2016 മോഡൽ ആസ്റ്റയാണ്. സെക്കൻഡ് ഓണർഷിപ്പിൽ 56,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടി. ലോ കിലോമീറ്റർ ആണ്. ടോപ്പിൻ്റെ തൊട്ട് താഴെ ആസ്റ്റ ഓപ്ഷനിലാണ് ടോപ്പ് വരിക. അതിലേക്ക് വരുമ്പോൾ 6 എയർ ബാഗ് വരും, പ്രൊജക്ടർ ഹെഡ് ലാമ്പ് വരും, അലോയ്സിൻ്റെ ഷേപ്പ് ഒന്ന് മാറും അല്ലേ. ഓക്കെ, അത്രയും മാറ്റങ്ങളാണ് ഇതിൽ. ഓൾമോസ്റ്റ് ബാക്കി എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട്. പുഷ് ബട്ടൺ ഇതിൽ വരുന്നില്ല. ഓപ്ഷനിലാണ് പുഷ് ബട്ടൺ വരിക. കമ്പനി സർവീസ് ഹിസ്റ്ററി അവൈലബിൾ ആണ്. ഓക്കെ, ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല, റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. പെട്രോളാണ്. ഒരു 12-15 അകത്ത് ഏകദേശം മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ആസ്കിങ് 5,20,000. കുറച്ച് കൊടുക്കാം, നെഗോഷ്യബിൾ ആണ്. ഓക്കെ, 5,20,000 ചോദിക്കുന്നു. 2016 ആസ്റ്റ i20 ആണ്. പെട്രോൾ വാഹനം. 56,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർഷിപ്പാ? സെക്കൻഡ് ഓണർഷിപ്പ് വാഹനമാണ്. നമുക്കൊരു 4-4.5 ലോൺ കിട്ടുമോ? ലോൺ ഒരു 80% കയറാൻ ചാൻസ് ഉണ്ട് അല്ലേ. ഓക്കെ, പിന്നെ ലോൺ കിട്ടുന്ന നേരം ട്രാക്ക് അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് അടുത്ത വണ്ടിയിലേക്ക് പോകാം അല്ലേ. അടുത്തത് ബലേനോ KL4 രജിസ്ട്രേഷൻ വാഹനമാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2017 മോഡൽ വണ്ടി. ഓക്കെ, 2017 മോഡൽ സെക്കൻഡ് വേരിയന്റ്, ഡെൽറ്റ ആണ് വേരിയന്റ് വരുന്നത്. പെട്രോൾ, സിംഗിൾ ഓണർഷിപ്പിൽ 72,000 കിലോമീറ്റർ ഓടിയ വണ്ടി. 72,000 ഫുൾ സർവീസ് ഹിസ്റ്ററി ഉണ്ട്. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഡെൽറ്റ എന്ന് പറയുമ്പോൾ സെക്കൻഡ് ഓപ്ഷനാണ്. അതിൽ തന്നെ ഓൾമോസ്റ്റ് ബേസിക് എല്ലാ ഫീച്ചേഴ്സും വിൻഡോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ വരുന്ന വാഹനമാണ്. അത്യാവശ്യം നല്ല ടയേഴ്സാണ് ഫ്രണ്ടിൽ, പുറകിൽ ആവറേജ് ആണ് അല്ലേ. ക്ലെയിമും കാര്യം ഒന്നുമില്ലാത്ത നല്ലൊരു ബലേനോ, പെട്രോൾ ബലേനോ. നേരത്തെ കണ്ടതും i20 ആ ലെവലിൽ തന്നെ ഏകദേശം അതിനേക്കാൾ കുറച്ചും കൂടി മൈലേജ് കിട്ടും. ഒരു 13-16 റേഞ്ചൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉള്ളൊരു വാഹനമാണ്. എത്രയാണ് ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ആസ്കിങ് വരുന്നത് 5,40,000 ആണ്. പ്രൈസ് നെഗോസിയേഷൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, 2017 72,000 കിലോമീറ്റർ, ഡെൽറ്റ, സിംഗിൾ ഓണർഷിപ്പ് വാഹനം. പിന്നെ ഒരു 90% വരെ നമുക്ക് ലോണും ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലേ. ഓക്കെ, വാ. അടുത്തത് നല്ലൊരു റെഡ് പോളോ വന്നിരിക്കുകയാണ്. KL56 കൊയിലാണ്ടി രജിസ്ട്രേഷൻ വണ്ടിയാണ് അല്ലേ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2018 മോഡൽ ട്രെൻഡ് ലൈൻ ആണ്. ട്രെൻഡ് ലൈൻ ഏകദേശം ഒരു ഹൈ ലൈനിലേക്ക് കൺവേർട്ട് ചെയ്ത വണ്ടി. എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? അലോയ് കയറിയിട്ടുണ്ട്. ഹൈലൈൻഡ് അലോയ് കയറിയിട്ടുണ്ട്. 18 ഒരു 17 പഴയ മോഡൽ വണ്ടി. അലോയ് കയറിയിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് കാര്യങ്ങളുണ്ട്. 4 പവർ വിൻഡോ വരുന്നുണ്ട്, ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് ആയി കഴിഞ്ഞു. ഏകദേശം ഓട്ടോ ക്ലൈമറ്റ് എസിയും കൂടി ആയി കഴിഞ്ഞു അല്ലേ. അത് വന്നിട്ടില്ല. 18 പറഞ്ഞ മോഡൽ? 2018 റെഡ് പോളോ ആണ്. ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. പക്ഷേ ബേസ് RC ആണ്. RCയിൽ ട്രെൻഡാണ് ബേസിക്കലി. പക്ഷേ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. എല്ലാം വർക്കിംഗ് അല്ല, പ്രോപ്പർ വർക്കിംഗ് എല്ലാം വർക്കിംഗ്. ക്ലെയിമോ കാര്യങ്ങൾ എന്തെങ്കിലും ഒന്നുമില്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 80,000 കിലോമീറ്റർ വരെ പ്രോപ്പർ ഹിസ്റ്ററി വോക്സ് വാഗണിലുള്ള വണ്ടിയാണ്. പെട്രോൾ പോളോ ആണ്. 1 ലിറ്റർ 18 അല്ല, സോറി, 1 ലിറ്റർ എഞ്ചിനാണ് വരിക. നല്ല മൈലേജ് ഉണ്ടാവും. 1.2 കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അത്യാവശ്യം മൈലേജ് വരും. ഒരു 15-16 ലോങ് പ്രതീക്ഷിക്കാൻ പറ്റും അല്ലേ. ഓക്കെ, ഇതിപ്പോൾ എത്രയാണ്? ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് 5,30. 2018 1 ലിറ്റർ ട്രെൻഡിൽ നിന്ന് ഹൈലൈൻ ആക്കിയ പോളോ ആണ്. 5.30 ചോദിക്കുന്നു. 80,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഫോക്സ് വാഗണിൽ തന്നെ ലഭിക്കുന്ന വാഹനമാണ്.
അപ്പോൾ പ്രൈസ് എന്തായാലും നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന റേറ്റുകളല്ല. അത് നോക്കിയിട്ട് ഓക്കെ. ലോണും 80% കയറുമല്ലോ? ലോണ് 80%ഓളം കയറും. ഓക്കെ. അടുത്ത വാഹനം ദ സെലേറിയോ KL11 കോഴിക്കോട് രജിസ്ട്രേഷൻ. എങ്ങനെയാണ്? 2018 മോഡൽ ZXi. ഫുൾ ഓപ്ഷൻ ആണല്ലേ? ഫുൾ ഓപ്ഷൻ വണ്ടി. ഓക്കെ. പെട്രോളാണ്? പെട്രോളാണ്. KL11 രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഓട്ടം ഒരു 41,000 കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട്. ഒരു 49,000 അല്ലേ? 49,000 ഓടിയിട്ടുണ്ട്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി നിലവിലുള്ളത്. പക്ഷെ RC തേർഡ് ഓണർഷിപ്പ് ആണ് കാണിക്കുന്നത്. പ്രിന്റിംഗിൽ വന്ന ഒരു മിസ്റ്റേക്ക് ആണ്. നിലവിൽ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ്. ഓൺലൈൻ നോക്കിയാൽ കാണും. കാണും. സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. ഓക്കെ. RCയിൽ ഇതിൻ്റെ കോപ്പിയിൽ തേർഡ് ഓണർഷിപ്പ് കാണിക്കേണ്ടതെന്ന് പറഞ്ഞത്. അഡീഷണൽ സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ടയേഴ്സ് ഫ്രണ്ട് അടിപൊളിയാണ്, പുറകെ ആവറേജേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ക്ലെയിം ഉണ്ടോ? ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല. പിന്നെ സർവീസ് ഹിസ്റ്ററി കാര്യങ്ങൾ നമുക്ക് എടുത്തുതരാം. വേറെ ഒരു ഫിനാൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല ട്രാക്കുള്ള കസ്റ്റമർക്ക് ഒരു 90%ഓളം ഫിനാൻസ് കാര്യങ്ങൾ കിട്ടും. പിന്നെ അത്യാവശ്യം ഒരു മാർക്കറ്റ് ഇപ്പം നിലവിൽ ചെറു വണ്ടികളിൽ വെച്ചിട്ട് ഏറ്റവും കൂടുതൽ എൻക്വയറി മാർക്കറ്റും വരുന്ന ഒരു വണ്ടിയാണ്. 1 ലിറ്റർ എഞ്ചിനാണ്. ഒരു മൈലേജ് ഉണ്ടാവും അത്യാവശ്യം, ഒരു 17 വരെയൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. എത്രയാണ് ചോദിക്കുന്നത്? ആസ്കിങ് വരുന്നത് 380 ആണ്. 2018 ZXi 3,80,000 ചോദ്യം. ഓക്കെ. എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ 2.5 റേഞ്ചൊക്കെ എന്തായാലും ലോൺ കിട്ടും അല്ലേ? 2.5 3 വരെ റേഞ്ച് കിട്ടും എന്തായാലും. ഓക്കെ. അതൊരു കിടിലൻ ഫ്രീ സ്റ്റൈൽ KL17 മൂവാറ്റുപുഴ രജിസ്ട്രേഷനാണ്, എറണാകുളം ജില്ല. ഒരു സ്റ്റൈലിഷ് വണ്ടി കേട്ടോ ഇത്. ഹാഷ് ബാഗിൽ എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2018 മോഡൽ ടൈറ്റാനിയം പ്ലസ് അല്ല, അതിൻ്റെ താഴെ വരുന്ന ഓപ്ഷനാണ്. പുഷ് ബട്ടൺ കാര്യങ്ങളൊക്കെ ഇതിൽ വരും. ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. ചെറിയ മാറ്റങ്ങൾ, എയർ ബാഗിൻ്റെ എണ്ണം കൂടുന്നേ ഉള്ളൂ. ബാക്കി ഇതിൽ ബേസ് 2 എയർ ബാഗ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബാക്കി എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും. പെട്രോൾ സെക്കൻഡ് ഓണർഷിപ്പിലാണ് നിലവിൽ വാഹനം ഉള്ളത്. ഒരു 83,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. 83,000 പ്രോപ്പർ ഹിസ്റ്ററി കാര്യങ്ങളുള്ള വണ്ടി. ഓക്കെ. ഫോർഡിന് ഇപ്പോഴും സർവീസും ഹിസ്റ്ററിയും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. പുതിയ വണ്ടികൾ ഇറങ്ങുന്നില്ല, അതിൻ്റെ ഷോറൂം ഇല്ലാന്നേ ഉള്ളൂ. പക്ഷേ സർവീസും കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഉണ്ട്. അതിലൊന്നും ഒരു ഡൗട്ടും വേണ്ട. ഹിസ്റ്ററി ഒക്കെ എടുക്കാൻ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ബാക്ക് ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഏതാ? റൈറ്റ് സൈഡ് ബാക്ക്. വേറെ ഗ്ലാസ് മാറിയിട്ടുണ്ടോ അതോ? ഇല്ല, ഡോർ മാത്രം. ആക്സിഡന്റ് കാര്യങ്ങളൊന്നുമല്ല, ക്ലെയിം ചെയ്ത് തന്നെയാണ്. ഹിസ്റ്ററിയിലുണ്ട്. ആസ്കിങ് വരുന്നത് 4 ലക്ഷം. ആക്സിഡന്റ് എന്ന് വെച്ചാൽ അത് ഒരഞ്ഞതും ഒരു ആക്സിഡന്റ് ആണ്, അങ്ങനെയല്ല പറയുന്നത്. മേജറായിട്ട് വലിയ ഇടിയൊന്നും അടിച്ചിട്ട് പോയല്ല, അങ്ങനെ പറഞ്ഞാണ്. ഓക്കെ. നല്ല 4 ടയേഴ്സ് ഉണ്ട്. അടിപൊളി അലോയ്സ് ആണ്. ഒന്നും പറയാനില്ല, അടിപൊളി വണ്ടി അല്ല. എത്ര കൊടുക്കാം? 4.30 ആസ്കിങ് വരുന്നത്. ചോദ്യം 4.30. 2018 ടൈറ്റാനിയം ഫ്രീ സ്റ്റൈൽ 4,30,000 ചോദിക്കുന്നു. ഓക്കെ. 80% ലോൺ വരെ 80% ലോൺ. ഓക്കെ. വില വന്നു കഴിഞ്ഞാൽ എല്ലാം കുറച്ച് കൊടുക്കാം. എല്ലാം കസ്റ്റമർ നമ്മൾ ഫോണിൽ കൂടെ നെഗോസിയേഷൻ ഇല്ല, ഡയറക്റ്റ് വന്ന് ജെന്യൂൻ കസ്റ്റമർ ആണെന്ന് തോന്നിയാൽ നമുക്ക് മാക്സിമം ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ. ഇത്രയും നേരം 5 സീറ്ററിലാണ്ടേ, ഇനി ഒരു 6 സീറ്റർ കാണാം അല്ലേ? 6 സീറ്റർ. ഓക്കെ. KL11 രജിസ്ട്രേഷനുള്ള മഹീന്ദ്രയുടെ KUV 100 ആണ്. ഓക്കെ. ഏറ്റവും ടോപ്പല്ല ഫുൾ ഓപ്ഷൻ വണ്ടി K8 ആണ്. ഓക്കെ. ഏതാ മോഡൽ? 2016 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 1.30 ഓടിയ വണ്ടി. ഡീസലോ പെട്രോളോ? ഡീസൽ വണ്ടിയാണ്. 20 അബോവ് തന്നെ മൈലേജ്, നല്ല മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. 6 സീറ്റർ RCയിൽ നിങ്ങൾക്ക് ആളെ വെച്ച് കൊണ്ടുപോകാൻ പറ്റും. സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ അതിന്? ഓക്കെ. ഇതിൽ പിന്നെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇത് ഫുൾ ഓൺ കിട്ടുന്ന വാഹനം. ഫുൾ ഓൺ കിട്ടും. ഓക്കെ. 2016 ഡീസൽ, നല്ല മൈലേജുള്ള വണ്ടി K8. ഏറ്റവും ടോപ്പ് എന്നാണ്, എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും, ഒന്നും പറയാനില്ല. നല്ല ടയേഴ്സും ഉണ്ട്, അത്യാവശ്യം നല്ല ടയേഴ്സാണ്. ഫ്രണ്ട് ബാക്കും ഒക്കെ 80% മോഡലുണ്ട്. എത്ര കൊടുക്കാം ഇത്? നമുക്ക് 2.45 ആസ്കിങ് വരുന്ന വണ്ടി. 2.45 അല്ലേ? ഓക്കെ. ഫുൾ ഓണിലൊരു ഡീസൽ വണ്ടി. കമ്പനി സർവീസ് പ്രോപ്പർ ആണോ? ഹിസ്റ്ററി കാര്യങ്ങൾ നമുക്ക് എല്ലാ വണ്ടിയിലും ഹിസ്റ്ററി നമുക്ക് എടുത്തു കൊടുക്കാം. നമ്മൾ ഓൾറെഡി ഹിസ്റ്ററി നോക്കിയിട്ടാണ് ഏത് വണ്ടിയാണെങ്കിലും പർച്ചേസ് ചെയ്യൽ. ഓക്കെ. ഇതിൽ ക്ലെയിം ആവശ്യപ്പെട്ടാൽ ക്ലെയിം ഒന്നുമില്ല. നീറ്റ് വണ്ടിയാണ്. ഓക്കെ. ഫുൾ ഓൺ കിട്ടും എന്താ? ഓക്കെ. നിങ്ങളുടെ ട്രാക്ക് ഉണ്ടെങ്കിൽ ഫുൾ ഓൺ ഓക്കെയാണ്, ഒന്നും പറയാനില്ല. അടുത്ത വണ്ടിയിലോട്ട് പോകാം. അടുത്ത ടിയാഗോ ആണ്. ഓൾമോസ്റ്റ് എല്ലാ സെഗ്മെൻറ്റ് വണ്ടികളുണ്ട് കേട്ടോ. നോക്കുമ്പോൾ നമ്മളിപ്പോൾ മാർക്കറ്റിലധികം ആൾക്കാർ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വണ്ടികളാണ് കൂടുതലും. ഇത് KL11 രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് കാര്യങ്ങൾ? 2018 മോഡൽ XZ ഫുൾ ഓപ്ഷൻ വണ്ടി. ഏറ്റവും ടോപ്പ് ഉണ്ട് അല്ലേ? ഈ ഷേപ്പിൻ്റെ ലാസ്റ്റാന്ന് തോന്നുന്നു അല്ലേ? 2018 ഈ ഷേപ്പ് ലാസ്റ്റാണ്. പിന്നെ ഷേപ്പ് മാറി വന്നിട്ടുണ്ട്. അല്ല, 19 മാറിയത്? 20 മാറിയത്. സോറി 20. ഓക്കെ. അപ്പോൾ എങ്ങനെയാ ബാക്കി? ഫുൾ ഓപ്ഷൻ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പിലാണ് വരുന്നത്. ഒരു 66,000 കിലോമീറ്റർ റേഞ്ച് ഓട്ടം വരുന്നുണ്ട്. 66,000. ഓക്കെ. ഫുൾ സർവീസ് ഉണ്ട്, ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉള്ള വണ്ടിയാണ്. ഓപ്ഷൻ ഏതായിരുന്നു? XZ
XZ അന്നത്തെ ടോപ്പല്ലേ ഇത്? അന്നത്തെ ടോപ്പ് എൻഡ്. XZ പ്ലസ് വരുന്നില്ല, അന്നത്തെ ടോപ്പ് എൻഡാണ്. 4 സ്റ്റാർ സേഫ്റ്റി റേറ്റിംഗ് ഉള്ളൊരു വാഹനം. മൈലേജ് ഉണ്ടാവും, ഒരു 13-17 റേഞ്ച് മൈലേജ് കിട്ടുന്നൊരു വണ്ടിയാണ്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല. എത്രയാണ് ഇപ്പോൾ നമ്മൾ ആസ്കിങ് വരുന്നത് 4.15 4.15 2018. ചെറിയ രീതിയിലുള്ള മാറ്റം ചെയ്ത് കൊടുക്കാം. ഓക്കെ, 4.15 85% വരെ നമുക്ക് ഫിനാൻസും ചെയ്ത് കൊടുക്കാം. പ്രൈസ് എന്തായാലും ചെയ്ത് കൊടുക്കണം. ചെയ്ത് കൊടുക്കാം, എല്ലാ വണ്ടിക്കും ചെയ്ത് കൊടുക്കും. ഓക്കെ, ഞാനത് പറഞ്ഞുകൊണ്ടാണ് പിന്നെ ലാസ്റ്റ് വില പറയാത്തത്. എന്തായാലും ചെയ്ത് കൊടുക്കണം. ഓക്കെ, 4.15 വില അഡ്ജസ്റ്റ് ചെയ്യാം. വേറൊരു ക്ലെയിം പോലെ നല്ലൊരു നീറ്റ് ടിയാഗോ കൊണ്ടുനടക്കാം. അടുത്ത വണ്ടിയിലോട്ട് നമ്മളങ്ങനെ ഒരു ചെറിയ വണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. ക്വിഡാണ്, KL2 കൊല്ലം രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഷോപ്പിനെ? ഇത് 2019 മോഡല് RXT AMT ആണ് വരുന്നത്. ഓട്ടോമാറ്റിക് ആണ്. 2019 RXT എന്ന് പറയുമ്പോൾ ഇതിൽ ഓപ്ഷനിലും കൂടെ വരും, അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഓപ്ഷൻ അല്ല. ഓക്കെ, 1000 cc ആണ് എൻജിൻ വരിക. ഓട്ടോമാറ്റിക് ആയതുകൊണ്ട് ഇതിൽ തന്നെ 800 മാനുവലും ഇറങ്ങുന്നുണ്ട്. ആ സമയത്ത് ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? ഓക്കെ, ഒരു 62,000 കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട്. ടയേഴ്സ് ഫ്രണ്ടിൽ ഫുൾ ടയേഴ്സ് ആണ്. പുറകിൽ ഒരു 70-75% ടയേഴ്സ് ഇപ്പോഴും ബാക്കിയുണ്ട്. ടയേഴ്സിന് ഇങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കയ്യിലെ പൈസ മുടക്കി ഒരു വണ്ടി എടുത്തിട്ട് 4 ടയർ ഒറ്റയടിക്ക് മാറണമെങ്കിൽ മിനിമം ഒരു 12,000 രൂപ കാണണം അല്ലേ? മിനിമം കാണണം 12,000. അപ്പോൾ അത്രയും എടുക്കില്ലെങ്കിൽ അവർ ക്ഷീണമാണ്. അതുകൊണ്ടാണ് ടയേഴ്സിൻ്റെ അടുത്ത് പറയുന്നത്, വേറെ ഒന്നുമല്ല. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എങ്ങനെ ഇപ്പോൾ? ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് 3,70,000 രൂപയാണ്. 370 അല്ലേ? ഒരു 90% 80-90%. 2019 ഓട്ടോമാറ്റിക് ക്വിഡാണ്. ഓക്കെ, RXT ഓപ്ഷനാണ്. അതും 90% ലോണും കിട്ടുന്നുണ്ട്. നല്ല മൈലേജും ഉണ്ടാവും. ഒരു 18-19 വരെയൊക്കെ മൈലേജ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ്. മാനുവലാണെങ്കിൽ 20 ആ റേഞ്ച് കിട്ടിയാണ്. അടുത്ത വണ്ടി ഇയോൺ വന്നു. KL60 രജിസ്ട്രേഷനാണ്. 2 ഇയോൺ ഉണ്ട്. ഇത് വൈറ്റ്. എങ്ങനെയാണ്? വൈറ്റ് 2014 മോഡൽ ഇറയാണ്. ഓക്കെ, AC പവർ സ്റ്റിയറിംഗ് അല്ലേ? അത് ഓപ്ഷൻ ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഒരു 96,000 കിലോമീറ്റർ വരെ ഓട്ടമുണ്ട്. റീപ്ലേസ്മെന്റ് ബാക്കിൽ ഒരു ഡോർ വരുന്നുണ്ട്. ഒരു ഡോർ റീപ്ലേസ് ഉണ്ട്. ഓക്കെ, 2014 ഇറ. എത്രയാപ്പോൾ നമ്മൾ ആസ്കിങ് വരുന്നത് 1.85. 1.85. ഓക്കെ, ലോൺ ഒരു 1,125,000 കിട്ടും. ഒരു 80% വരെ നമുക്ക് ചെയ്തു ചെയ്യാം. ഓക്കെ, അങ്ങനെ റെഡി ഓൺ വന്നു. KL60 തന്നെയാണ് ഇത് രജിസ്ട്രേഷൻ. സെയിമാ? 2013 മോഡൽ. 13 മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് 63,000 കിലോമീറ്റർ ഓടിയ വണ്ടി. മാഗ്നയാണ് വേരിയന്റ് വരുന്നത്. മാഗ്നയാണ്, അതിൻ്റെ മേലെ വരുന്ന ഓപ്ഷനാണ്. ഓക്കെ, പവർ വിൻഡോസും കാര്യങ്ങളൊക്കെ വരും. അതായത് 2 ഡോർ തന്നെ വരിക. 2 ഡോർ തന്നെ. ബാക്കി ഓട്ടോമാറ്റിക് സെൻട്രൽ ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? ഓക്കെ, ക്ലെയിം കാര്യങ്ങളൊന്നുമില്ല വണ്ടിക്ക്. കുഴപ്പമില്ലാത്ത ടയേഴ്സ് ഉണ്ട്. എത്രയായിപ്പോൾ? അത്യാവശ്യം നീറ്റ് വണ്ടിയാണ്. നമ്മൾ ആസ്കിങ് വരുന്നത് 1.70 ഒരു 85% വരെയൊക്കെ നമുക്ക് ലോണും ചെയ്ത് കൊടുക്കാൻ പറ്റും. ലോൺ കിട്ടും. ആസ്കിങ് റേറ്റ് ആണ് എല്ലാം പറയുന്നത്. റേറ്റിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല കുറച്ച് കൊടുക്കാം. ഓക്കെ, ഇയോണാണ്. മൈലേജ് ഒരു 15-17 ആ റേഞ്ച് ഏകദേശം മൈലേജ് കിട്ടും ഈ ഒരു വണ്ടികൾക്ക്. അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഒരു കുട്ടി വണ്ടി KL68 രജിസ്ട്രേഷൻ ഡാറ്റ്സൺ ഗോ ആണ്. 2017 മോഡൽ സിംഗിൾ ഓണർഷിപ്പ് വണ്ടി. 17 സിംഗിൾ ഓണർഷിപ്പ്. ഓക്കെ, 53,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. 800 cc അല്ല? 800 cc ബേസ് ആണ് വരുന്നത്. ബേസ് ഓപ്ഷനാണ്. ഒരു 20 അടുത്ത് ഏകദേശം മൈലേജ് വണ്ടിയാണ്. ഓക്കെ, എത്ര ഇപ്പോൾ ചോദിക്കുന്നത്? നമ്മൾ ആസ്കിങ് വരുന്നത് 1.90 ആണ്. 1.90 2017 അല്ലേ? ഓക്കെ, 80% ലോൺ എന്തായാലും കയറുമല്ലോ സുഖമായിട്ട്. ഇതിനൊക്കെ സർവീസ് ഹിസ്റ്ററി ഉണ്ടോ? ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ ഉണ്ട്. അല്ലാണ്ട്. ഓക്കെ, അടുത്തത് ഡാറ്റ്സൺ ഗോ ആണ്. നമ്മളൊരു ടിയാഗോ സ്വിഫ്റ്റ് ആ ഒരു ലെവലിലുള്ള വണ്ടികളൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതേ എൻജിൻ പവറും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വണ്ടിയാണ് ഡാറ്റ്സൺ ഗോ. KL1 വണ്ടി. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2015 മോഡൽ ടി വേരിയന്റ്. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പിൽ 72,000 കിലോമീറ്റർ ഓടിയ വണ്ടി. ഓക്കെ, 72,000. ഡാറ്റ്സൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ്. നിസാൻ്റെ സർവീസാണ് വരുന്നത്. സെയിം ആണ്. അവിടെ തന്നെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ കിട്ടും. ഓക്കെ, എക്സ്ട്രാ അലോയിൽ കാര്യങ്ങൾ ചെയ്ത വണ്ടിയാണ്. ഇതേത് ഓപ്ഷൻ? ടി. ഓക്കെ, ഫ്രണ്ട് നല്ല അടിപൊളി ടയേഴ്സാണ്. കാര്യങ്ങൾ വരും. ഫ്രണ്ട് അടിപൊളി ടയേഴ്സ് അല്ല? ടയേഴ്സ് 4 കുഴപ്പമില്ല. പുറകുണ്ട് ഒരു 70 above ഉണ്ട്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ആസ്കിങ് വരുന്നത് 1.85 ആണ്. ഏകദേശം ഫുൾ ലോൺ വരെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ വരെ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സ്വിഫ്റ്റ് ടിയാഗോ ഒക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ 10 വില വരും. അത്രയും വ്യത്യാസമുള്ളൂ. അതേ പവറും കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടിയാണ്. ഓക്കെ, അത്യാവശ്യം നല്ല മൂവിങ് ഉണ്ട് കേട്ടോ. ക്ലബ്സിൽ തന്നെ ഒരുപാട് വണ്ടി വിറ്റ് പോയിട്ടുണ്ട്. KL58 രജിസ്ട്രേഷൻ വരുന്ന ഫോക്സ് വാഗൺ വെൻഡോ ആണ് അടുത്ത വാഹനം. എങ്ങനെ ഷോപ്പിൻ്റെ കാര്യങ്ങളിത്?
2010 മോഡൽ ഹൈലൈൻ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഒരു 1,15,000 കിലോമീറ്റർ ഓട്ടം വരുന്നുണ്ട്. ക്ലെയിം എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ല അല്ലേ? പെട്രോളല്ലേ? പെട്രോൾ വണ്ടി. ഓക്കെ. വലിയ മെയിൻ്റനൻസ് കുറവായിരിക്കും. ഡീസലിനെ സംബന്ധിച്ച് മെയിൻ്റനൻസ് വളരെ കുറവായിരിക്കും. പിന്നെ മൈലേജും കുറച്ച് കുറയും. ഒരു 10 to 13 റേഞ്ചൊക്കെ കണ്ടാൽ മതി. എത്ര കൊടുക്കാത്? നമ്മൾ ആസ്കിങ് വരുന്നത് 1,80 ഞാൻ പറഞ്ഞില്ലേ, കസ്റ്റമർ ഡയറക്റ്റ് വന്ന് ചെയ്തു വണ്ടി. ലോൺ കിട്ടോ? ലോണ് നമുക്ക് 2010 പൊതുവെ കുറവായിരിക്കും, എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. നോക്കാം. ഇതാ റീവണ്ടിയും ഇവിടെ ലഭ്യമാണ്. ആദ്യത്തെ റീവണ്ടി ഇതാ ഹോണ്ട സിവിക്കാണ്. വേറൊരു സിവിക്ക് കൂടെ ഉണ്ട്. ഇത് KL11 രജിസ്ട്രേഷൻ. നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കളർ വാഹനം. നല്ല നീറ്റ് കിടക്കുന്നൊരു വണ്ടിയാണല്ലേ? എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2009 മോഡൽ പെട്രോൾ വണ്ടി. ഓക്കെ. ഓട്ടോമാറ്റിക് ആണ്. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ഒരു 65,000 കിലോമീറ്റർ ജെന്യൂൻ കിലോമീറ്റർ ആണ്. ഹിസ്റ്ററി നമ്മൾ എടുത്തു കൊടുക്കും. എല്ലാം പ്രോപ്പർ ആയിട്ടുള്ള. ഓക്കെ. ഫ്രണ്ട് ഗ്ലാസ് മാത്രം റീപ്ലേസ്മെന്റ് ഉണ്ട്. ഗ്ലാസ് മാറിയിട്ടുണ്ട് അല്ലേ? അതും കമ്പനി തന്നെ അല്ലേ? ഫുൾ ഹിസ്റ്ററി ഉള്ള വാഹനമാണ്. സിവിക്കാണ്. ഒരു സ്റ്റൈലിഷ് വണ്ടിയാണ്. ഇന്റീരിയറൊക്കെ നിങ്ങളുടെ ഡാഷ്ബോർഡൊക്കെ നോക്കുമ്പോൾ അതിനൊരു വ്യത്യാസം ശരിക്കും മനസ്സിലാവും അല്ലേ? 5 വർഷത്തേക്ക് പേപ്പർ ഇവിടെ നിലവിലുള്ള വണ്ടി. ഏറ്റവും ടോപ്പൻ്റാ? ടോപ്പ് എൻഡ് ഓട്ടോമാറ്റിക് ടോപ്പ്. ഏറ്റവും ടോപ്പ് എൻഡാണ്. എല്ലാ ഫീച്ചേഴ്സും വരുന്ന ഒരു അടിപൊളി വണ്ടി. മോഡിഫിക്കേഷൻ ചെയ്യണം, അതും ചെയ്യാൻ പറ്റും. മോഡിഫൈ ചെയ്തൊന്നുണ്ട് അല്ലേ? ഇപ്പോൾ എത്ര കൊടുക്കാം? ഇത് നമ്മൾ ആസ്കിങ് വരുന്നത് 2,85,000 രൂപ. 2,85. 2009 പുതിയ പേപ്പറാണോ എല്ലാം? 5 വർഷത്തേക്ക് നിലവിൽ പേപ്പർ ഇവിടെ ചെയ്തു. പേപ്പറുണ്ട്. ഓക്കെ. വീണ്ടും ഒരു ചെറിയ വണ്ടി ഷെവർലെ സ്പാർക്കാണ്. KL58 രജിസ്ട്രേഷൻ വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2008 മോഡൽ. ഓക്കെ. 2008 മോഡൽ LX ആണ്. പേപ്പർ പുതിയല്ല? പേപ്പർ ഉണ്ട്, എല്ലാം പുതിയ. ഓക്കെ. എത്ര കൊടുക്കാം? തേർഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. നമുക്ക് 65,000 കിലോമീറ്റർ റേഞ്ച് ഓടിയിട്ടേ ഉള്ളൂ. ആസ്കിങ് വരുന്നത് അതൊന്നും ഉറപ്പിച്ച് പറയണ്ട. 65,000. ആസ്കിങ് വരുന്നത് 49,000 കിലോമീറ്റർ. 49,000. സർവീസ് ഒന്നും കിട്ടൂല. സോറി, എത്രയാ പറഞ്ഞോളൂ? പ്രൈസ് പറഞ്ഞോളൂ. 49,000 രൂപ. 49,000 രൂപയ്ക്ക് 2008 പുതിയ പേപ്പർ. പുതിയ പേപ്പർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇനി 3 വർഷം കൂടി ബാക്കിയുണ്ടാവും അല്ലേ? പേപ്പറുള്ള വാഹനം. അത്രയേ ഉള്ളൂ. സ്പാർക്ക്. താല്പര്യം കോൺടാക്ട് ചെയ്തോളൂ. അടുത്ത വണ്ടിയിലോട്ട് പോകാം. ഇതാ മോഡിഫൈ ചെയ്തൊരു സിവിക്കാണ്. KL11 രജിസ്ട്രേഷൻ. നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ഉണ്ട് അല്ലേ? ഓക്കെ. എങ്ങനെയാ ഇത്? 2009 മോഡൽ പെട്രോൾ മാനുവൽ. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പ് 49,000 കിലോമീറ്റർ. ഒരു 2.5 ലക്ഷം രൂപയുടെ മുകളിലായിട്ട് വർക്ക് കാര്യങ്ങൾ ചെയ്ത വണ്ടിയാണ്. സൈഡ് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ കാണാൻ മനസ്സിലാവും. മൊത്തം എല്ലാം അടിപൊളിയായി ചെയ്തിട്ട് പെയിന്റ് അടക്കം മാറി ചെയ്തതാണ്. എത്ര കൊടുക്കാം? പേപ്പർ 5 വർഷത്തേക്ക് ഉണ്ട്. നമുക്ക് 490 പ്രൈസ് വരുന്നത്. 490. ഇതൊക്കെ മോഹവിലയാണ്. ഇതൊന്നും മാർക്കറ്റൊന്നുമില്ല. അതുകൊണ്ടാണ് 490 ഒരു സിവിക്ക് കൊണ്ടുപോകാം അല്ലേ? മോഹവിലയിൽ. ഓക്കെ. അടുത്ത വണ്ടിയിലോട്ട്. ഇന്നത്തെ അവസാനത്തെ വാഹനം ഹോണ്ട അക്കോർഡ്. KL11 രജിസ്ട്രേഷനാണ്. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2010 മോഡൽ പെട്രോൾ ഓട്ടോമാറ്റിക്. ആ സമയത്ത് പെട്രോളേ ഉള്ളൂ ഹോണ്ടയുടെ വണ്ടികളെല്ലാം. ഓക്കെ. സെക്കൻഡ് ഓണർഷിപ്പിലാണ് വണ്ടി വരുന്നത്. ടോപ്പ് എൻഡ് അല്ലേ? സെക്കൻഡ് ഓണർഷിപ്പിൽ 1,55 ഓട്ടം വരുന്നുണ്ട്. ഇതുവരെ കണ്ടാലും കുറച്ച് ലോക്കൽ ഓട്ടം ഇത് ഓടിയിട്ടുണ്ട്. പെട്രോൾ എഞ്ചിനാണ്. ഒന്നും നോക്കാനില്ല. അങ്ങനെ പോയിക്കോളൂ. സർവീസ് 5 വർഷം പേപ്പർ കാര്യങ്ങൾ ഇവിടെ ചെയ്തതാണ്. മൈലേജ് എക്കോർഡാണ്. നല്ല ഹെവി സൈസ് വണ്ടിയാണ്. നല്ല വെയിറ്റും ഉണ്ട്. മൈലേജ് നോക്കണ്ട, വളരെ കുറവായിരിക്കും. 10ന്റെ ഉള്ളിൽ കണ്ടാൽ മതി. ക്ലെയിം ഒന്നുമില്ല. നമുക്ക് ആസ്കിങ് വരുന്നത് 390. 390 ഒരു ലക്ഷൂറിയസ് ഫീലിൽ കൊണ്ടു നടക്കാൻ പറ്റിയൊരു വാഹനമാണ്. വലിയ മെയിൻ്റനൻസ് ഒന്നും ഇല്ലാത്തൊരു വണ്ടിയാണ്. KL11 രജിസ്റ്റർ ആയി കഴിഞ്ഞു. ഇനി നിങ്ങൾ ഒന്നും ചെയ്യില്ല. ടാക്സോ കാര്യങ്ങളോ ഒന്നും നടക്കാനില്ല. അത്രയേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. ഇന്ന് കാണിച്ച വണ്ടികളെ പറ്റി ഏകദേശം 19-20 വണ്ടികളെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. വണ്ടികളെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോയിൽ കൊടുത്ത നമ്പറിലേക്ക് ക്ലബ്സിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും നമ്പറുണ്ട്, മറന്നു പോകണ്ട. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുന്ന കൂടെ. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ തന്നെ കമൻസിൽ രേഖപ്പെടുത്താനും വിട്ടുപോകരുത്. ഷോബിനെ വില എല്ലാത്തിനും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. എല്ലാത്തിനും മാക്സിമം നമുക്ക്. ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നന്ദി. താങ്ക് യു.